അരിസ്റ്റോട്ടലിന്റെ ഒരു സിദ്ധാന്തമാണ് സ്മൃതി സിദ്ധാന്തം എന്ന് പറയാം. എന്താ സ്മൃതി സിദ്ധാന്തം എന്ന് പറഞ്ഞാല്? സ്മൃതി സിദ്ധാന്തം എന്ന് പറഞ്ഞാല് മനുഷ്യൻ ഈ ലോകത്തേക്ക് ആവിർഭവിക്കുന്നതിന്റെ മുമ്പ് തന്നെ മനുഷ്യൻ ഒരു ആത്മാവ് എന്നുള്ള നിലക്ക് ശരീരവുമായി നേർക്കുനേരെ ബന്ധമില്ലാത്ത, ശരീരത്തിൽ നിന്ന് മുക്തമായിട്ട് ആത്മാവിന് സ്വന്തമായ അസ്തിത്വമുണ്ട്. ആ സ്വന്തമായ അസ്തിത്വമുള്ള ആത്മാവിൽ എല്ലാ തരത്തിലുള്ള വിജ്ഞാനവുമുണ്ട്. ആ വിജ്ഞാനം ആത്മാവ് ശരീരവുമായി ചേരുന്നതോടുകൂടി അത് മറന്നുപോവുകയാണ്. അങ്ങനെ മറന്നുപോയ വിജ്ഞാനം രണ്ടാമത് മനുഷ്യൻ ആർജിക്കലാണ് യഥാർത്ഥത്തിൽ അറിവ് നേടൽ എന്നുള്ള രീതിയിലാണ് സ്മൃതി സിദ്ധാന്തം പഠിപ്പിക്കുന്നത്. ഒരർത്ഥത്തിൽ ഈ സ്മൃതി സിദ്ധാന്തത്തെ നമുക്ക് സ്വീകരിക്കാൻ പറ്റുമെന്നാണ് തോന്നുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ പറയുന്നില്ലേ, വഇദാ അഖദ റബ്ബുക മിൻ ബനി ആദമ ദുരിയതഹും വഅശ്ഹദഹും അലാ അൻഫുസിഹിം അലസ്തു ബിറബ്ബികും ഖാലൂ ബലാ ഷഹിദ്നാ അൻ തഖൂലു യൗമൽ ഖിയാമത്തി ഇന്നാ കുന്നാ അൻ ഹാദാ ഗാഫിലീൻ. അപ്പോ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആത്മാവിനെ സംബന്ധിച്ച് പറയുന്നിടത്ത് മനുഷ്യരുടെ മുതുകിൽ നിന്ന്, എല്ലാ മനുഷ്യരുടെയും മുതുകിൽ നിന്ന്, നബി ഇസ്ലാമിന്റെ മക്കളുടെ മുതുകിൽ നിന്നൊക്കെ തന്നെ ആത്മാക്കളെ പുറത്തേക്ക് വരുത്തിയിട്ട് അലസ്തു ബിറബ്ബികും, ഞാൻ നിങ്ങളുടെ രക്ഷിതാവല്ലയോ എന്ന് ചോദിച്ചു. ഖാലൂ ബലാ, എല്ലാവരും അതെ, ഞങ്ങളൊക്കെ സാക്ഷ്യം വഹിക്കുന്നു. ഇതെന്തിനാണ്? അന്തഖൂലു യൗമൽ ഖിയാമത്തി ഇന്നാ കുന്നാ അൻ ഹാദാ ഗാഫിലീൻ. ഈ ലോകാവസാനത്തിൽ ഞങ്ങളിത് അറിഞ്ഞില്ല എന്ന് പറയരുതേ. ലോകാവസാനത്തിൽ ഞങ്ങളിത് അറിഞ്ഞില്ല എന്ന് പറയരുത്. അല്ലെങ്കിൽ പിന്നെ ഞങ്ങളുടെ പിതാക്കള്, ഞങ്ങളുടെ ഞങ്ങളെ പിതാക്കളൊക്കെ മുശ്രിക്കീങ്ങളായിരുന്നു. ഞങ്ങൾ പാരമ്പര്യമായിട്ട് ഇപ്പൊ നമ്മുടെ നാട്ടിൽ സാധാരണ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന സംഗതിയാണല്ലോ. എത്രയോ ആൾക്കാർ ഇത് ശരിയാണെന്നും പറഞ്ഞാൽ നമ്മളുടെ കൂടി തന്നെ പറയും, ഒരു ഹിന്ദു കുടുംബത്തിലല്ലേ ജനിച്ചത്, അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യൻ കുടുംബത്തിലല്ലേ ജനിച്ചത്, അതല്ലെങ്കിൽ ഒരു കമ്മ്യൂണിസ്റ്റ് കുടുംബത്തിലല്ലേ ജനിച്ചത്, നിരീശ്വരവാദിയുടെ കുടുംബത്തിലല്ലേ ജനിച്ചത്. ആ കുടുംബത്തിൽ ജനിച്ചു വരുന്നത് കൊണ്ട് അവർക്ക് സ്വാഭാവികമായിട്ട് അവർക്ക് പരമ്പരാഗതമായിട്ട് കിട്ടിയൊരു വിശ്വാസത്തിനനുസരിച്ച് അവർ ജീവിച്ചിട്ട് അവരെ കുറ്റം പറയാൻ പറ്റും നമുക്ക്. അതുകൊണ്ട് അവർ പിന്നെ എങ്ങനെ പേശ്വരാന്ന് പറയാൻ പറ്റുക? നമ്മൾ മുസ്ലിം കുടുംബത്തിൽ ജനിച്ചതുകൊണ്ടല്ലേ നമ്മൾ ഇങ്ങനെ ആയതെന്നൊരു വാദമുണ്ടോ ഇടക്കിടക്ക് ഓരോരുത്തർ ഉന്നയിക്കണ വാദം. ആ വാദത്തിന് ശരിക്കുള്ള മറുപടി അല്ലാഹു തആല പറയുന്നത്, അന്തഖൂലു യൗമൽ ഖിയാമത്തി ഇന്നാ കുന്നാ അൻ ഹാദാ ഗാഫിലീൻ, ഞങ്ങൾക്ക് ഇത് അറിഞ്ഞതിനാന്ന് പരലോകത്ത് വെച്ച് പറയാൻ നിൽക്കണ്ട എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ മനസ്സ്, മനുഷ്യന്റെ അൺകോൺഷ്യസ് മൈൻഡിൽ ഏതായാലും ദൈവബോധമുണ്ട്. മനുഷ്യന്റെ മനസ്സിന്റെ ഉള്ളിൽ ദൈവവിശ്വാസവും ദൈവബോധവും ഉണ്ട്. ബനൈതു ഫീ ജൗബി ബിനി ആദമ ഖസ്റൻ വഫിൽ ഖസ്രി സദ്റൻ വഫിൽ സദ്രി ഖൽബൻ വഫിൽ ഖൽബി ഫുആദൻ വഫിൽ മുആദി ശഗാഫൻ വഫിൽ ശഗാഫി ലുബ്ബൻ വഫിൽ ലുബ്ബി സിർറൻ വഫിൽ സിർരി അന. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുദ്സി ഹദീസിൽ നമുക്ക് പഠിപ്പിച്ചു തരുന്നു. ബനൈതു ഫീ ജൗബി ബിനി ആദമ ഖസ്റൻ, ഓരോ മനുഷ്യന്റെയും ഉള്ളിൽ ഞാനൊരു മാളിക പണിതിട്ടുണ്ട്. വഫിൽ ഖസ്രി സദ്റൻ, ആ മാളികന്റെ ഉള്ളിലാണ് നമ്മുടെ സദറുള്ളത്. വഫിൽ സദ്രി ഖൽബൻ, അതിന്റെ ഉള്ളിലാണ് കൽബുള്ളത്. വഫിൽ ഖൽബി ഫുആദൻ, അതിന്റെ ഉള്ളിലാണ് ഹൃദയാന്തരാളമുള്ളത്, ഫുആദുള്ളത്. വഫിൽ ഫുആദി ശഗാഫൻ, അതിന്റെ ഉള്ളിൽ ഒരു ഉള്ളറയുണ്ട്. വഫിൽ ശഗാഫി ലുബ്ബൻ, അതിന്റെ ഉള്ളിൽ ഒരു ഉൾക്കാമ്പുണ്ട്. അവിടെ ഒരു രഹസ്യ സങ്കേതമുണ്ട്. ആ രഹസ്യ സങ്കേതത്തിൽ ഞാനുണ്ട് എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ പറ്റി ദൈവബോധം, പടച്ചവനെ പറ്റിയുള്ള വിചാരമില്ലാത്ത ഒരു മനുഷ്യനുമില്ല, ഒരു നിരീശ്വരവാദിയുമില്ല. എല്ലാവരുടെയും ഉള്ളില് അള്ളാഹിനെ പറ്റിയുള്ള ഉള്ള ബോധവും വിചാരമുണ്ട്. പിന്നെ അത് ചില കാരണത്താൽ അതിന്റെ മോളിൽ കൂടി ചില മറകൾ വീണതുകൊണ്ട്, ചില നിർബന്ധിത അവസ്ഥകളുണ്ട്, പല കാരണത്താലായിരിക്കും അത് അവർക്ക് മറഞ്ഞു പോയിട്ടുണ്ടായിരിക്കാം ചിലപ്പോൾ. പക്ഷേ എല്ലാവരുടെയും മനസ്സിന്റെ അടിത്തട്ടിലെ ഹൃദയാന്തരാളത്തിലെ അള്ളാഹിനെ പറ്റിയുള്ള വിചാരമുണ്ട്. ആ വിചാരത്തെ ഉണർത്തുക. അതുകൊണ്ടാണ് പ്രവാചകന്മാരെ പറ്റിയൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്, ഇന്നമാ അൻത മുദക്കിർ ഫദക്കിർ ഇന്നമാ അൻത മുദക്കിർ. അങ്ങ് ഉണർത്തുക, ഓർമ്മിപ്പിക്കുക. ഏതായി ഓർമ്മിപ്പിക്കല്? അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പിന്നെ ഇദ്ദേഹത്തിന്റെ പ്ലാറ്റോന്റെ സ്മൃതി സിദ്ധാന്തം എന്ന് പറഞ്ഞാല് മനുഷ്യാത്മാക്കളിൽ ദൈവബോധം നിലനിൽക്കുന്നുണ്ട്. ആ നിലനിൽക്കുന്ന ദൈവബോധത്തെ രണ്ടാമത് തട്ടി ഉണർത്തുകയേ വേണ്ടുള്ളൂ. അതുകൊണ്ട് ലോകത്തുള്ള ഏത് നിരീശ്വരവാദിയാണെങ്കിലും ഏത് നിർമ്മതവാദിയാണെങ്കിലും അയാളുടെ ഉള്ളിലുള്ള ദൈവബോധത്തെ ഉണർത്താൻ വളരെ ചെറിയ സ്പാർക്കുകൾ മാത്രം ഉണ്ടായാൽ മതിയാവും. അതിനെതിരായിട്ട് ഉയർത്തിക്കൊണ്ടുവരുന്ന വാദങ്ങളൊക്കെ വളരെ ബാലിശമായിട്ട് നമുക്ക് ബാലിശമാണെന്ന് നമുക്ക് സമർത്ഥിക്കാൻ സാധിക്കും.